തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള പൾസർ ബൈക്കിലെത്തിയ സുനിയും കൂട്ടാളി വിജേഷും എറണാകുളം ജില്ലാ കോടതിക്ക് തൊട്ടുപിന്നിലുള്ള ശിവക്ഷേത്ര ഗ്രൗണ്ടിലേക്ക് എത്തുന്നു. ഹെൽമറ്റ് വെച്ച് അഭിഭാഷകരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വെളുത്ത ഷർട്ട് ധരിച്ചാണ് പൾസർ സുനി മതിൽ ചാടിക്കടന്ന് കോടതി മുറിയിലേക്ക് കയറിയത്. കഴിഞ്ഞ 3 ദിവസമായി കോടതിയിൽ കീഴടങ്ങാനായി പൾസർ സുനിയും ഇതിനു മുൻപ് പിടികൂടാനായി പോലീസും നെട്ടോട്ടത്തിലായിരുന്നു. ഇതിനിടെ പൾസർ സുനിയുടെ ഫോൺ സംഭാഷണങ്ങളടക്കം പോലീസ് ചോർത്തിയെടുത്തു. ഒളിവിലിരിക്കെ പല സുഹൃത്തുക്കൾ വഴിയും പൾസർ സുനി കാമുകിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കാമുകിയും ബൊട്ടിക്കുടമയായ സ്ത്രീ സുഹൃത്തും പോലീസ് വലയിലായതോടെ ഇവരെ ഉപയോഗിച്ച് സുനിയുടെ നീക്കങ്ങൾ അന്വേഷണ സംഘം അപ്പോൾ അറിഞ്ഞുകൊണ്ടിരുന്നു. കീഴടങ്ങാൻ തയ്യാറായ സുനി ഇതിനായി കൊച്ചിയിലെ ഒരു വനിതാ അഭിഭാഷകയെ ബന്ധപ്പെട്ടു. ഇവരെ പോലീസ് നിരീക്ഷണത്തിലാക്കി. ഇന്നലെ അഭിഭാഷക തിരുവനന്തപുരത്തെത്തിയതോടെ സുനി ഇവിടെ കീഴടങ്ങാൻ നീക്കം നടത്തുന്നതായി പോലീസ് ഉറപ്പിച്ചു. ഇത് പൊളിക്കാനായി തിരുവനന്തപുരത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയതോടെ കീഴടങ്ങൽ നടന്നില്ല. പിന്നീട് സുനിയും വികേഷും കൊച്ചിയിലെത്തുകയായിരുന്നു. ഇന്നുച്ചയോടെ അഭിഭാഷക എറണാകുളം CJM കോടതി പരിസരത്തേക്ക് എത്തുന്നതായി മനസ്സിലാക്കിയ അന്വേഷണ സംഘം വിവരം സിറ്റി പോലീസിന് കൈമാറുകയായിരുന്നു. അങ്ങനെയാണ് കോടതിക്കുള്ളിലേക്ക് ഓടിക്കയറിയ സുനിയെ പുറത്തുനിന്ന ഷാഡോ പോലീസ് തിരിച്ചറിയുന്നത്. നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച സംഭവം പോലെ തന്നെ ഒരു ക്രൈം ത്രില്ലറിനെ വെല്ലുന്ന നീക്കങ്ങളാണ് ഒളിവിലിരുന്ന് കീഴടങ്ങാനായി പൾസർ സുനി നടത്തിയിരുന്നത്. ക്യാമറമാൻ വിജേഷ് പുതുവശ്ശേരിക്കൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.